നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. POKയിലെ ജനങ്ങൾ ഭാരതത്തിനൊപ്പം വരാൻ തയ്യാറാവുകയാണെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാന് വേണ്ടി രംഗത്തെത്തി ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയും. അത്തരം നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ കൈകളിൽ വളകളല്ലെന്ന ഓർമ്മ വേണമെന്നും അവർ ഭാരതത്തിൽ അണുബോംബ് ഇടുമെന്നും ഫറൂഖ് അബ്ദുള്ള ഭീഷണിപ്പെടുത്തി. പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണെന്നും മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. അതിനുശേഷം വേണം നമ്മുടെ കയ്യിലില്ലാത്തതിനു വേണ്ടി ശ്രമിക്കേണ്ടതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. അതിനിടെ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശി കോൺഗ്രസ് രംഗത്തെത്തി. ഭീകരാക്രമണത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കൽക്കറയെ കൊലപ്പെടുത്തിയത് അജ്മൽ കസബ് അല്ലെന്നും RSS ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് വിജയ് വാദേട്ടിവാർ ആരോപിച്ചു. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. ഹേമന്ത് കൽക്കറയെ വെടിവെച്ചത് RSSന്റെ നിർദ്ദേശപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉജ്ജ്വൽ നിഗത്തിന് അറിയാമെങ്കിലും മറച്ചുവെച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം. ഇതിന്റെ തുടർച്ചയാണ് ഉജ്ജ്വൽ നിഗം BJP ടിക്കറ്റിൽ മുംബൈയിൽ മത്സരിക്കുന്നതെന്നും വിജയ് വദേഡിവാർ പ്രസ്താവിച്ചു. സംഭവം വിവാദമായതോടെ പ്രസ്താവന തിരുത്തിയിട്ടുണ്ട്. താൻ പറഞ്ഞത് ഒരു ബുക്കിലെ കാര്യമെന്നാണ് പുതിയ ന്യായീകരണം. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനാവാല ആരോപിച്ചു. രാഷ്ട്രീയ താൽപര്യത്തെക്കാൾ കോൺഗ്രസിന് വലുത് വോട്ട് ബാങ്കാണ്. കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ നടുക്കമുണ്ടാക്കുന്നതും വിശ്വസിക്കാൻ സാധിക്കാത്തതുമാണ്. രാഹുൽ പ്രധാനമന്ത്രിയാവാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബാറ്റ്ല ഹൌസ് ഏറ്റുമുട്ടൽ, അഫ്സൽ ഗുരു, യാക്കൂബ് മേമൻ നക്സലുകൾ എന്നിവർക്ക് വേണ്ടി കരയുകയും ഉജ്ജ്വൽ നിഗത്തെ പോലെയുള്ള ദേശാഭിമാനികളെ കുറ്റപ്പെടുത്തുകയും പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുകയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം പരിപാടിയെന്ന് പൂനാവാല കുറ്റപ്പെടുത്തി. വിജയ് വദേഡിവാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP നാഗ്പൂർ ലീഗൽ സെൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും രംഗത്തെത്തി. ഭീകരാക്രമണ കേസിലെ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകിയ അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗത്തെ ഒപ്പം നിർത്തുന്ന BJPയും അജ്മൽ കസബിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസുമാണ് രാജ്യത്തുള്ളതെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കുറ്റപ്പെടുത്തി. മുംബൈ ഭീകരാക്രമണ കാലത്തെ സൗത്ത് മുംബൈ MPയും മുൻ കോൺഗ്രസ് നേതാവുമായ മിലന്ദ് ദേവ്ര അടക്കമുള്ളവരും വിജയ് വദേഡിവാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നാണംകെട്ട പ്രവൃത്തിയാണ് വിജയ് നടത്തിയെന്ന് ദേവ്ര കുറ്റപ്പെടുത്തി. മുംബൈ ആക്രമണത്തിലെ പാക് പങ്ക് മറച്ചുവെച്ച് RSSനെ കുറ്റപ്പെടുത്തി പുസ്തകം ഇറക്കിയവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും ദേവ്ര ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.